സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എത്ര നാളിന് ശേഷമാണല്ലോ നമ്മൾ അസ്വി മലയാളത്തിൽ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഇടുന്നത്. ശരിക്കും പറഞ്ഞത് ഇതിങ്ങനെ മാറ്റി 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 വെച്ചിട്ടേ എപ്പോഴും നമ്മളിങ്ങനെ ഷോർട്സ് ഇടും. അതിങ്ങനെ കുറേ ചെറുപറ ഷോർട്സ് അല്ലേ, അതായത് അസ്വി വ്ളോഗ്സിലും ഇടണം, അസ്വി മലയാളത്തിലും ഇടണം. പിന്നെ അസ്വി വ്ളോഗ്സിൽ നമ്മൾ ലോങ് ഫോർമാറ്റ് കണ്ടിന്യൂസ് ആയിട്ടിട്ട് നമ്മൾ അസ്വി ടോക്സ് പറഞ്ഞിട്ടുള്ള സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ പേർക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കണതാ. പോഡ്കാസ്റ്റുകൾ കേൾക്കും ഞാൻ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മനുഷ്യ മനസ്സുകളെ കുറിച്ച് അറിയാനായിട്ട് എനിക്ക് നല്ല താല്പര്യം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുറേ പ്രശ്നങ്ങൾ കണ്ടെടുത്തത്. അപ്പം എനിക്ക് കുറച്ചുകൂടി ഇങ്ങനെ ആശ്വാസം തോന്നാറുണ്ട്. അപ്പം ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത്. അതല്ലാണ്ട് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അങ്ങനെ ഉപദേശം അങ്ങനെയൊന്നും വിചാരിക്കരുത്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ അസ്വി മലയാളം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഫാഷൻ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ഡ്രസ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഷോർട്സ് വീഡിയോയിൽ കാണിച്ചിട്ടും കാഷ്വലി ഒക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ അസ്വി വ്ളോഗ്സിലൊക്കെ ഇട്ടിട്ട് കുറേ പേർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാണാൻ ചിലപ്പോൾ അത്ര ഭംഗി ഉണ്ടായെന്ന് വരില്ല കേട്ടോ. പക്ഷെ എനിക്കതിൽ ഏറ്റവും ഇഷ്ടം കംഫർട്ടാണ്. എന്ത് സുഖാന്നറിയോ ഇടാനായിട്ട്. ഇപ്പോൾ കോട്ടൺ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആയിട്ട് ഒരു എ ലൈൻ ഡ്രസ്സ് തുന്നാനായിട്ട് 2 മീറ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1 മീറ്ററിന് 100 രൂപയുടെ ഒക്കെ എടുക്കുകയാണെങ്കിൽ 200 രൂപ മെറ്റീരിയൽ. പിന്നെ തുന്നാനായിട്ട് ഒരു ഡ്രസ്സ് തുന്നാനായിട്ട് 400, 500, 600 ആ ഒരു റേറ്റിലാവും ഉണ്ടാവുക. അപ്പോൾ ഞാൻ കൊടുത്ത ശേഷം 400 രൂപയ്ക്കാണ് തുന്നി തന്നത്. അതിനെക്കാട്ടും മുന്നേ ഞാൻ വേറെ സ്ഥലത്ത് കൊടുത്തപ്പോൾ അവർ 650 കേട്ടോ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 800, 1000 വരെയൊക്കെ ആവും. അത് ഓരോ സ്ഥലത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ കുറേ കൊടുക്കുമ്പോൾ അവർ കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തരുമല്ലോ. അങ്ങനെ ആയതാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 600 രൂപയ്ക്കാണ് ഡ്രസ്സ് ഉണ്ടാവുക. ഞാൻ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഈ മെറ്റീരിയലിനെക്കാട്ടിലും കൂടുതലാണല്ലോ സ്റ്റിച്ചിങ്ങിന് പൈസ എന്ന്. അതെന്തായാലും അങ്ങനെ വരുള്ളൂ. കാരണം മെറ്റീരിയൽ എന്ന് പറയുന്നത് അങ്ങനെ അത്ര ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരാള് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിരുന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ ആ ഒരു ലേബർ ചാർജ് നല്ലോണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു 600 to 800 രൂപയ്ക്ക് നമ്മളൊരു കോട്ടൺ ഡ്രസ്സായിട്ട് ചെയ്തെടുക്കുമ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കും. എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് കേട്ടോ. പെട്ടെന്നൊന്നും നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഒരു ഡിന്നർ കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കാൻ പോകാനായിട്ടും ഓരോന്നിനൊക്കെ നമ്മൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. അതിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കോട്ടൺ ഡ്രസ്സസ് എനിക്ക് നല്ല ഇഷ്ടമാണ്. കോട്ടൺ ഡ്രസ്സസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമുക്കിത് കുർത്തയായിട്ടും അതേപോലെ തന്നെ സെൽവാസ് പോലെയും ഒക്കെ തുന്നാവുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഭയങ്കര യുണീക്കായിരിക്കും. വേറെ ആരുടെയും കയ്യിൽ ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഞാൻ അടുത്ത് തുന്നിച്ച 5 ഡ്രസ്സസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിന് മീറ്ററിന് 120 ഉണ്ടായിരുന്നു. കുറച്ച് കട്ടിയുണ്ട്, എന്നാൽ വല്ലാണ്ട് കട്ടിയില്ലതാനും. അപ്പോൾ ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഡ്രസ്സസ് തുന്നുമ്പോൾ കഴിവതും ലൈനിങ് വെക്കാണ്ട് തുന്നുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ ഇത് എടുക്കുമ്പോൾ അത്ര നിഴലടിക്കാത്ത ഭാഗത്തിനുള്ളത് എടുത്താൽ മതിയാവും കേട്ടോ. ലൈനിങ് വെക്കുമ്പോൾ പിന്നെയും നമുക്ക് ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ഫ്ലോയി സാധനം ഉണ്ടാവുമല്ലോ, അതൊന്നാമത് പോവും. രണ്ടാമത് നമുക്ക് ഇടുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇത് സുഖമായിട്ട് നമുക്ക് ഇടാൻ പാകത്തിന് ആ ഒരു രീതിക്കല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സ്ലീവ്ലെസ്, സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ക്, പിന്നെ എ ലൈൻ ആണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബാക്കിൽ ഇതേപോലെ കെട്ട് വെക്കാൻ പറയാം. കെട്ടെവിടെ അതെവിടെ ഉണ്ട് കേട്ടോ. കെട്ട് വെക്കാൻ പറയാം. കെട്ട് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ഷേപ്പിൽ കിടക്കും. അതായത് ഇടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ സിബ് വെക്കണം, നല്ല ഷേപ്പിൽ തുന്നാണെങ്കിൽ. അപ്പോൾ സിബ് വെച്ചാലും നമുക്കതൊരു അസ്വസ്ഥതയാണ്, എക്സ്ട്രാ ചാർജ് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പകരം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ എ ലൈൻ തുന്നുമ്പോൾ ഇവിടെ ഒരു കെട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഞാനൊരു എക്സ്ട്രാ സ്മോൾ സൈസിലുള്ള ഒരാളാണ്. ഇപ്പം എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 47 കിലോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 2 മീറ്ററിൽ ഒതുങ്ങി സെറ്റ് ആവുന്നത് കേട്ടോ. സേഫ്റ്റിക്ക് എപ്പോഴും 2.5 to 3 മീറ്റർ എടുക്കുന്നതാണ് എപ്പോഴും നന്നാവുക. അങ്ങനെ ആകുമ്പോൾ പിന്നെ തുണിയുടെ ആ ഒരു പ്രശ്നം വരില്ല. നമുക്ക് സ്ലീവ്സ് ഒക്കെ വെക്കാം. 3 മീറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്ക് 3/4 സ്ലീവ് ഒക്കെ വെക്കാവുന്നതാണ്. പഫ് സ്ലീവ്സ് ഒക്കെ വെക്കാവുന്നതാണ്. കുറച്ചുകൂടി അതായത് അത്യാവശ്യം ഫ്ലെയറിൽ വേണമെങ്കിൽ അങ്ങനെ തുന്നാവുന്നതാണ്. ആ രീതിക്കൊക്കെ നമുക്ക് തുന്നാവുന്നതാണ് കേട്ടോ.
പിന്നെ നമുക്കൊരു 250-300 രൂപയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല കോട്ടൺ മെറ്റീരിയൽ കിട്ടും. ഇൻഡിഗോ പ്രിന്റ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ 600 രൂപയൊക്കെ ഉണ്ട് മീറ്റർ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മേടിക്കാവുന്നതാണ്. ഇതും അതുപോലെ തന്നെയുള്ള ഒരു കോട്ടൺ ഡ്രസ്സാണ്. ഇതൊന്നും കൂടി സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു മീറ്ററിന് 110 ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഹോൾട്ടർ നെക്ക് പോലെയാണ് കേട്ടോ തുന്നിച്ചിട്ടുള്ളത്. വല്ലാണ്ട് അങ്ങനെ ഹോൾട്ടർ നെക്ക് ആക്കിയിട്ടില്ല, കാരണം ബ്രാസ് സ്ട്രാപ്പ് കാണണ്ടെന്നുള്ള രീതിയിൽ കാണും കേട്ടോ ചിലപ്പോൾ ഇത്തിരി ഇങ്ങോട്ട് നീങ്ങി വന്നത്. പക്ഷെ ഞാൻ അതിന് ഒരു ബ്രാസ് സ്ട്രാപ്പ് നല്ല ഭംഗിയുള്ളത് മേടിക്കാൻ കിട്ടണം, കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല പൂക്കളുടെ ഒക്കെ ടൈപ്പ് ബ്രാസ് സ്ട്രാപ്പ് ഉള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഷോർട്സിൽ, അങ്ങനത്തെ മേടിച്ചിട്ടാലും മതിയാവും കേട്ടോ. ഇതും ഇതേപോലെ പിന്നിൽ കെട്ടൊക്കെ വെച്ചിട്ടുള്ളതാണ്. എന്ത് സുഖാന്നറിയോ ഇടാനായിട്ട്, എത്ര തവണ വേണമെങ്കിലും നമുക്ക് കഴുകാം. ഇനിയിപ്പോൾ കുറേ തവണ ഇട്ടിട്ട് ഇത് മുഷിഞ്ഞാലും നമുക്ക് വീട്ടിലിടുകയും ചെയ്യാം. ഈ പോളിസ്റ്റർ ടൈപ്പൊക്കെ സാധനം ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പുറത്തേക്ക് ഇടാൻ പറ്റില്ല, വീട്ടിലും ഇടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പോളിസ്റ്റർ വാങ്ങിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. എസ്പെഷ്യലി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വർഷങ്ങളായി പോളിസ്റ്റർ ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ കുർത്താസും അങ്ങനത്തെ ഒക്കെ ഡ്രസ്സസൊക്കെ മേടിച്ചിട്ട്. പിന്നെ ശരിയാണ്, നമുക്ക് ഓരോ ഇങ്ങനെ ഇവൻറ്റ്സിനൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സസ് ഉണ്ടാവില്ലേ, നമ്മൾ സവാനയെന്നൊക്കെ മേടിക്കുക, അതൊക്കെ ജസ്റ്റ് ഇവൻറ്റിന് ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ. നമ്മൾ കാഷ്വലി കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും ഇടാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനത്തെ പോളിസ്റ്റർ എടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. നല്ല കോട്ടൺ എടുക്കുക, എന്നിട്ട് ഇതേപോലെ തുന്നിക്കണമെങ്കിൽ തുന്നിക്കുക, അല്ലെങ്കിൽ കോട്ടന്റെ ഡ്രസ്സസ് മിന്ത്രയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കിട്ടും കേട്ടോ. ഇത് വന്നിട്ട് ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ. ഇതൊരു ഇങ്ങനെ ഒരു ഫ്ലാപ്പ് വരുന്ന പോലെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഒരു ഓവർലേ വരുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു പഫ് സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും അതെ, ഇത് ഞാൻ കുറേ തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചുളുങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ സ്ട്രൈപ്സ് ഉള്ളത്. ഇതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ മാത്രം ഹൊറിസോണ്ടൽ സ്ട്രൈപ്സും താഴേക്ക് നോക്കുകയാണെങ്കിൽ വെർട്ടിക്കൽ സ്ട്രൈപ്സും ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ, ബാക്കി പലതിലും നമ്മൾ പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ പോക്കറ്റ് ഇല്ല കേട്ടോ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിരുന്നു പോക്കറ്റ് വെക്കാന്നാണ് എൻ്റെ വിശ്വാസം, പക്ഷെ എന്തായാലും വെച്ചിട്ടില്ല. ചിലതിൽ വെച്ചിട്ടുണ്ട്, ചിലതിൽ വെച്ചിട്ടില്ല. പിന്നെ തുണിയുടെ ഒരു പ്രശ്നമുണ്ട്, 2 മീറ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചിലതിന് പോക്കറ്റ് വെക്കാനുള്ള തുണി കിട്ടിയില്ല എന്നും പറയണ്ടായിരുന്നു. നമുക്ക് വേറെ പീസ്, അതായത് വേസ്റ്റ് തുണി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പോക്കറ്റ് വെക്കാവുന്നതുമാണ് കേട്ടോ. പിന്നെ ഇത് ഒഴുക്കനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിപ്പോൾ എത്രയാ, 2-3 പാനൽസ് വെച്ചിട്ട് തുന്നിയിട്ടുള്ളതാണ്, പക്ഷെ തുണി അധികം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ചില പരിമിതികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടോ, ഇങ്ങനത്തെ മഷി പോയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്യാം കേട്ടോ. പുറത്തേക്കാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ മേടിക്കാനോ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ കാക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്ന് ചെയ്യിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് പാൻസ് ഇങ്ങനെ പലാസോ പാൻസ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ടോപ്പ് നോക്കുകയാണെങ്കിൽ കുർത്ത ഡ്രസ്സ് ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഇടുകയും ചെയ്യാം. ഇതിലും പോക്കറ്റ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇതാ 3/4 സ്ലീവ് ആണ്, സിമ്പിളാണ് കേട്ടോ. ഇവിടെ ഫ്രിൽസ് കൊടുത്തിട്ടാണ് ഫ്ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിനെന്താണെന്ന് വെച്ചാൽ പാൻറ്റും ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സൽവാർ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല ഈ ടോപ്പ് മാത്രം ഉടുപ്പ് പോലെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 3/4 സ്ലീവാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. നമുക്ക് ഇങ്ങനത്തെ കോട്ടൺ മെറ്റീരിയൽ മേടിച്ച് അടുത്തുള്ള ചേച്ചിയുടെ കയ്യിൽ തുന്നാൻ കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. അടുത്ത വന്നിട്ട് ഫ്ലോറൽ പ്രിന്റ്, അത് നല്ല പ്രിന്റ് അല്ലേ, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആയിട്ട് വീനെക്കാണ്. സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്രിൽസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സ്ലിറ്റ് ടോപ്പ് ആണിത്. അപ്പൊ നമുക്ക് ജീൻസിന്റെ ഒക്കെ ഒപ്പം ലെഗിങ്സിന്റെ ഒപ്പം ഇടാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് ആര്യൻസ് ബുട്ടീക്ക് എന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ്, പ്രിന്റും അതെ നല്ല രസമുണ്ട്. പിന്നെ തുന്നുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രിന്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോക്കണം. അത് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഒരു 4-5 വേസ്റ്റ് കോട്ടും തുന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാ വെച്ചാൽ ഒരു സൈഡിൽ മൂങ്ങ തല തിരിഞ്ഞിട്ട്, കാല് മീതെ തല താഴെ, ഒരു സൈഡിൽ മാത്രം മൂങ്ങയുടെ തല കറക്റ്റ്, അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ആര്യൻസ് ബുട്ടീക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ്സ്, സിമ്പിൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ്. അതേപോലെ പോക്കറ്റ്സ് ഒക്കെ വെച്ച് നമുക്ക് തുന്നാവുന്നതാണ്. ടോപ്പാണ്. ടോപ്പ് വന്നിട്ട് ഷർട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷർട്ട് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ജാക്കറ്റ് പോലെ പെയർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഷർട്ടായിട്ട് ഇടാം. നമുക്ക് മൾട്ടി യൂസ് ചെയ്യാമല്ലോ. ടോപ്പാണ് കേട്ടോ. നമുക്ക് ജീൻസിൻ്റെ ഒക്കെ ഇടാനായിട്ട് ഇത് നല്ലതാണ്. കണ്ടോ. പിന്നെ ഞാൻ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പാണിത്. പഫ് സ്ലീവ്സ് കൊടുത്തിട്ട് 3/4 സ്ലീവ് ആണുള്ളത്.
പക്ഷെ ഇതെങ്ങനെയാ വെച്ചാൽ ഡ്രസ് ടൈപ്പ് അല്ല, സ്ലിറ്റ് ആണ്. ഇതും നല്ലതാ. ജീൻസിന്റെ ഒപ്പൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഇങ്ങനെ ടോപ്സ് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇട്ട് നടക്കാനൊക്കെ നല്ല സുഖം. പിന്നെ ഞാൻ മീഷോയിലത്തെ ഒരു 3 കുർത്താസ് അങ്ങനെ നോക്കിയതാണ്. ജസ്റ്റ് മേടിച്ചു നോക്കിയതാ. ഇതേപോലെ നല്ല സുഖമാണ് ഇടാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എനിക്ക് മെറ്റീരിയൽ നോക്കിയപ്പോൾ കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷെ എന്നാലും നമ്മൾ മറ്റേ കോട്ടന്റെ മേടിക്കില്ല, അതിന്റെ ഒരു സുഖമൊന്നുമില്ല കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു 300-400 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും വെക്കാൻ പറ്റില്ല. സർപ്രൈസിംഗ്ലി ഈ മഞ്ഞ കുറച്ചും കൂടി ബെറ്റർ ആണ്, നമുക്ക് ഇടുമ്പോൾ കുറെ കൂടി സുഖമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ എന്നാൽ അതേ വിലക്കുള്ള വേറൊരു കളർ മേടിച്ചതാണ് ഞാൻ. ഇതൊന്നും അത്ര സുഖമില്ലതാണ്. ഇതിന്റെ നീലയാണ് കേട്ടോ. ഞാൻ എന്തായാലും മീഷോ എന്നുള്ളതായതുകൊണ്ട് ഇതിന്റെ ലിങ്ക് ഇടാം, ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. ഈ മഞ്ഞയുടെ അത്ര സുഖമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ചൂടുകാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും നമുക്ക് ഇടാവുന്നതാണ്. ഇത് ഞാൻ കഴുകിയതുമാണ് കേട്ടോ. ചായം പോയില്ല. എത്ര വിലക്കുറവല്ലേ, 300 രൂപേനെക്കാട്ടിലും താഴെ ഉള്ളൂ താനും. സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ടോപ്പ് ആണ് കേട്ടോ അത്. അതേപോലെ ദാ ഈ റെഡ് എന്താണെന്നറിയില്ല, എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ തീരെ ഇഷ്ടമായില്ല. ഞാൻ വിചാരിച്ചു കഴുകി കഴിഞ്ഞാൽ ഒന്ന് ചിലപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുന്നു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആയതുമില്ല കേട്ടോ അത്. ഇങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് മീഷോന്ന് മേടിക്കണമെങ്കിലും ആവാട്ടോ. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മിന്ത്രയിൽ നിന്നുള്ള ഈ ഒരു ഡ്രസ്സ്. ഇത് നമ്മൾ ഷോർട്സിൽ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. 5 കളേഴ്സിൽ 5 പാറ്റേൺസിൽ, എല്ലാത്തിനും ഏകദേശം ഒരേ വിലയാണ് കേട്ടോ. 600-700 ആ ഒരു റേറ്റിലാണ് ഉള്ളത്. ഡിസ്കൗണ്ട് ടൈമിലാണെങ്കിൽ മാക്സിമം 600 രൂപ, അതിൽ കുറയില്ല കേട്ടോ. പക്ഷെ ഇതിന് ഫാബ്രിക് ഉണ്ട്, ഇതേ കണ്ടോ, ഡ്രസ്സല്ലേ, അത്യാവശ്യം നല്ല ഫാബ്രിക് ആയിട്ടാണ് ഉള്ളത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കുറേ തവണ കഴുകി ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഇത് അറിയണ്ടാവും, പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, കുറേ പേരുടെ കയ്യിൽ ഉണ്ടാവും. അതാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. ഇങ്ങനെ സുഖമാണെങ്കിലും കോമൺ ആണ്. നമ്മളിടുന്ന ടൈപ്പ് ഡ്രസ്സ് കുറെ കൂടി യുണീക്ക് ആവണമെന്ന് നിർബന്ധമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇത് പറ്റില്ല കേട്ടോ, കാരണം കുറേ പേരുടെ കയ്യിൽ ഇങ്ങനത്തെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ലെങ്കിൽ ഇത് നല്ല ഓപ്ഷനാണ്. ഇതിന് പല വെറൈറ്റി പ്രിന്റ്സും കളേഴ്സും ഉണ്ട്, അത് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും നോക്കിയെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇങ്ങനെ നമുക്ക് തുണിയെടുത്ത് തുന്നാനൊക്കെ കൊടുത്തൊരു പാറ്റേൺ ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാവില്ല അവർ തുന്നിത്തരിക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേസ്റ്റ് കോട്ടിന്റെ കാര്യം, ഇതാ ഇതുപോലെ കുട്ടി വേസ്റ്റ് കോട്ടുകൾ. ഇതിനിപ്പോൾ എത്രയാ, 0.75 to 1 മീറ്റർ മതി ശരിക്കും. കാരണം സ്ലീവ്സ് ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ പാറ്റേൺസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ എല്ലാം 1 മീറ്റർ അത്രയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിൽ മാത്രം സെയിം മെറ്റീരിയൽ നമ്മൾ ലൈനിങ് ആക്കിയിട്ട് വെക്കാം. അതിൻ്റെ ബാക്കിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഫ്രണ്ടിലും കുറച്ച് കവറേജ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ നിഴലടിക്കൊന്നുമില്ല. അപ്പോൾ ആ രീതിക്ക് നല്ലതാണ്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു പ്രിൻ്റാണ് കേട്ടോ. അത് നല്ലൊരു ഇൻഡിഗോ കളറിലൊക്കെ വരുന്നതാണ്. ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ മാത്രം സെയിം തുണി 2 ലെയറിൽ വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിന് പകരം സെയിം തുണിയാണ് വെച്ചിട്ടുള്ളതെന്ന് മാത്രം. അങ്ങനെയുണ്ട്. പിന്നെ വന്നിട്ട് ഇത് കോളറിലുള്ളത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കണ്ടിട്ടുള്ളതാ, നല്ലോണം ഇഷ്ടപ്പെട്ടതാ. ഞാൻ ഒരു ഏതിൻ്റെ ഒപ്പട്ടെ, മറ്റൊരു ക്രീം കളറിലൊരു സ്കേർട്ട് ഉണ്ട്, അതിൻ്റെ ഒപ്പമാണ് ഇത് സ്ഥിരം ഇടാറുള്ളത്. ഞാൻ ബ്ലാക്ക് വെച്ചിട്ടും അതേപോലെ ഒരു അംബ്രല്ല സ്കേർട്ട് പോലെ മുട്ടിന് താഴെ വരെയുള്ളത് അങ്ങനെ തുന്നിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് തുന്നാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് മെനക്കെടാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുന്നാവുന്നതാണ്. ഞാൻ പക്ഷെ ഇപ്പോൾ തുന്നൽ വളരെ കുറച്ചു. അപ്പം എനിക്ക് അത്യാവശ്യം, അതായത് ബ്ലൗസൊക്കെ എല്ലാം ഓൾട്ടർ ചെയ്യുക, പിന്നെ ഏത് സാധനം കിട്ടിയാലും എൻ്റെ കറക്റ്റ് ഷേപ്പിന് ഉണ്ടെന്ന് നിർബന്ധമുള്ള കാരണം അങ്ങനത്തെ ഒക്കെ എല്ലാം ഞാൻ തുന്നും. പക്ഷെ മെയിൻ സാധനങ്ങളൊന്നും ഞാൻ ഇപ്പം അധികം തുന്നാറില്ല, കാരണം നല്ല കഴുത്ത് വേദനയാണ് എനിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എനിക്ക് കുറേ കാലമായിട്ട് കഴുത്ത് വേദന ഇല്ല കേട്ടോ, ഞാൻ വർക്കൗട്ട് ചെയ്യണ കാരണം. പക്ഷെ ഞാൻ സ്റ്റിൽ അത്ര തന്നെ ഫോണും നോക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ നോക്കലും ഇത്രേ. പിന്നെ ഈ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കഷ്ണം നുറുക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. എഡിറ്റ് ചെയ്യാൻ നമ്മൾ ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ അതൊരു സ്ട്രെയിനാണ്. അതിനൊപ്പം തുന്നാൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിനാണ്. അപ്പം എനിക്ക് ബാക്കി കാര്യങ്ങൾ ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല. തുന്നാന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈസിലി ഒരാളുടെ കയ്യിൽ കൊടുത്ത് തുന്നിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ, പൈസ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല, ഇതിനോട് പാഷനുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. എല്ലാവർക്കും കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന സാധനമല്ല തുന്നാന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കാം. നമുക്ക് ചിലവാക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അത് നല്ലതാണ്. അത് ഫ്ലോ ഓഫ് മണിയും കൂടിയല്ലേ, എക്കോണമിയിലേക്കല്ലേ പൈസ പോകുന്നത്, വേറെ ആൾക്കൊരു ഉപകാരം കൂടിയാണത്. പിന്നെ നമുക്കും അത് സമാധാനമാണെങ്കിൽ അതങ്ങോട്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുന്നണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു തുന്നൽ മെഷീൻ ഉണ്ടെങ്കിൽ ഈസിലി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം പിന്നെ ഇത് വന്നിട്ട് മിന്ത്രയിൽ നിന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ വേസ്റ്റ് കോട്ട്സ് ഒക്കെ ഇഷ്ടമായെങ്കിൽ, അപ്പം നമുക്ക് സ്ലീവ് ഉള്ളത് ഒരെണ്ണം വേണമെങ്കിൽ ഇതിപ്പോൾ നല്ല കോമൺ ആണ് കേട്ടോ. മിന്ത്രയിൽ മാത്രമല്ല
വേറെ പല സ്ഥലത്തും ഇത് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഞാൻ ഇത് കണ്ടത് മിന്ത്രയല്ല, എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വീഡിയോ 1 വർഷം മുമ്പത്തെ ചെയ്തതാണ്. ഇപ്പോഴും നല്ല ട്രെൻഡിലുള്ളത് തന്നെയാണ് കേട്ടോ. ഇതും നമുക്ക് ജാക്കറ്റ് പോലെയൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്, കോട്ടൺ ഔട്ട്ഫിറ്റ് ഐഡിയാസും. ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ ഒരെണ്ണം കാണിക്കാം, മിന്ത്രയിൽ നിന്ന് ഹോം വെയർസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വീട്ടിലിടാൻ പറ്റിയിട്ടുള്ള കഫ്താൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെവിടെ ഉണ്ട്, മിന്ത്രയിൽ നമുക്ക് ഈസിലി മേടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലിടാൻ പറ്റിയുള്ള കോട്ടൺ ഡ്രസ്സസ് ആണിത്. അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല കേട്ടോ, അതൊക്കെ താഴെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈനിങ് വെക്കാണ്ട് തുന്നുന്നതാണ് നമ്മുടെ കംഫർട്ടിന് നല്ലത്. അപ്പോൾ തുണി തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ളതും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ എയർ ബ്ലർ സോഫ്റ്റ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇൻ ദ ഷെയ്ഡ് ഡ്രീമി. ഞാൻ എന്തായാലും ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കൂ. നല്ല ലിപ്സ്റ്റിക്കാണ് ഇത്. നല്ലൊരു സോഫ്റ്റ് മാറ്റാണ്, നമ്മുടെ മിസ് ക്ലെയർ ഒക്കെ പോലെയില്ലേ അത്. പക്ഷെ അതിനെക്കാട്ടിനും കുറച്ചും കൂടി നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ലിപ്സ്റ്റിക്കാണ്. ഒരു 500 രൂപ ആ ഒരു അറൗണ്ട് പ്രൈസിലാണുള്ളത്. പക്ഷെ നല്ലൊരു ഷെയ്ഡുമാണ് കേട്ടോ. നമുക്ക് എല്ലാ ഒരു ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ അത്യാവശ്യം നന്നായിട്ട്, ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിനും എല്ലാവർക്കും ചേരുന്ന നല്ലൊരു ഷെയ്ഡാണ്. അപ്പം അത്രയിലൂടെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കാണിച്ചിട്ടുള്ള, അതായത് തുന്നിച്ചതിൻ്റെ ഇപ്പോൾ ലിങ്കിന് നമുക്ക് നിവൃത്തിയില്ലല്ലോ, പകരം ഞാനിപ്പോൾ മിന്ത്രയിൽ നിന്നും മീഷോന്നും കാണിച്ചിട്ടുള്ളത് പറ്റണതൊക്കെ ഞാൻ ഇവിടെ ടാഗ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.